നാരായണസ്വാമി ഗോവിന്ദ വാടാ വാ. ഇനി എന്നെ ആർക്കും തൊടാൻ കഴിയില്ലടാ. എന്താണ് കാര്യം? എന്താന്ന് വയാഗ്രയാടാ വയാഗ്ര. എന്റെ വണ്ടിയിൽ സായിപ്പ് കയറി അയാൾ തന്നതിൽ ഭേദം നായി കൊടുക്കുന്നതാടാ. എന്നടാ ഇത്? ഓമ്പ് കൂട്ട സാധനോടാ, കത്തിക്കടാ. ശബ്ദം ഉണ്ടോന്ന് അറിയാമല്ലോ. ഞാനെന്തിനാടാ വരുന്നേ? ഹലോ, ജീവയാണോ? നിന്റെ മാത്തപ്പം കാണിക്കുന്ന പരാക്രമം വന്ന് കാണാം. സ്വപ്നയുടെ വീട്ടിൽ പോണം. നീ വണ്ടി എടുത്ത്. ഇത് കണ്ടോ? ഇത് കുടിച്ചു കഴിഞ്ഞാൽ 6 റേസ് കാറിന്റെ സ്റ്റിക്കർ കാണാം. കുടി 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 കുടി. നീ റീൽ ഓടിക്കുന്നു, ഞാൻ റേസ് കാർ ഓടിക്കുന്നവനാ. എന്റെ അടുത്ത് വിലൊന്നും വേണ്ട. വണ്ടി എടുക്കടാ. എന്ത് വില? വണ്ടി എടുക്കടാ. ചുമ്മാതിരിക്കുന്ന വിവരക്കേട് പറയാം. ഒരു സുന്ദരിയായ പെണ്ണിന്റെ അടുത്തോ നീ അങ്ങനെ തന്നെ പോണ്ടേ? ഇപ്പൊ എന്താ കുഴപ്പം? മുഖത്ത് ഗ്രീസാണ്, ഇങ്ങനെ പോകാൻ പാടില്ലടാ. അതിനാണ് ഞാൻ അടിപൊളി സിംഗപ്പൂർ സെന്റ് വെച്ചിരിക്കുന്നത്. ഇത് മുഖത്തോട്ട് പെരട്ടിയാലുണ്ടല്ലോ കംപ്ലീറ്റ് ഗ്രീസും പോവും. സുന്ദരനാണ്, മനസ്സിലായോ? സ്പ്രേ ചെയ്യ്. പതുക്കെ. കണ്ണൂർ നോക്ക്. സ്വപ്നയുടെ വീട്ടിൽ എന്റെ ഭാഗ്യം മമ്മി ഡാഡി ഇവിടെ ഇല്ലാത്തത്. അയ്യോ, ജീവ ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് പറ. ഞാൻ എന്ത് പറയാനാ? എല്ലാം നീ കാരണം. അല്ല, നിന്റെ ഡോഗ് കാരണം. മര്യാദയ്ക്ക് ഒരു വഴി പറ. ജീവ, ഇവിടെ അടുത്തൊരു പെറ്റ് ക്ലിനിക് ഉണ്ട്. ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് സോൾവ് ആക്കി തരും. പെറ്റ് ക്ലിനിക്കിലേക്ക് മാത്രം കൊണ്ടുവന്നില്ലേ? കൊണ്ടുവരാൻ പറ്റുന്ന കണ്ടീഷൻ അല്ലടാ. ഒന്ന് വാ. പെറ്റ് ക്ലിനിക്ക് താഴെ. ഇവരെന്തിനാ സെക്സ് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നേ? വാ വാ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. എന്റെ സർവീസിൽ ഇവിടെ വരുന്നവരെല്ലാം പമ്മി തനിയെ വരുന്നതേ കണ്ടിട്ടുള്ളൂ. നിങ്ങളെന്താ കൂട്ടമായിട്ട് അതും ഒരു പെണ്ണിനെയും കൊണ്ട് വന്നിരിക്കുന്നേ? ഇറ്റ്സ് ഓക്കെ. പേഷ്യന്റിന്റെ പേര് പറയേ. മാത്തപ്പൻ. എന്തു പറ്റി? എന്താ പ്രശ്നം? നീ പറയ്. എന്താ ഇത്? പ്രശ്നം പറയാൻ തന്നെ എന്തിനാ ഇങ്ങനെ പെടാപ്പാട് പെടുന്നത്? കറക്റ്റ് ഡോക്ടർ, ആ കാര്യം തന്നെയാണ് അറിയേണ്ടത്. മാത്തപ്പൻ വയാഗ്ര കഴിച്ചു. ഡോക്ടറെ, ഒരു ചെറിയ ഗുളിക ഇത്രയും വലിയ പ്രശ്നം അറിഞ്ഞില്ല ഡോക്ടറെ. സ്റ്റുപ്പിഡ്. നാണമില്ലേ നിങ്ങൾക്കാർക്കും? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. നമ്മളെന്താ അമേരിക്കയിലാ? ഇന്ത്യയിൽ തന്നെയല്ലേ? ആവശ്യക്കാർ മാത്രം വരാതെ ഒരു നാണോ ഇല്ലാതെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്. കണ്ണുകൊണ്ട് കണ്ടത് ഞങ്ങളാ ഡോക്ടർ. ഞാൻ കല്ലുകൊണ്ട് അറിയാന്ന് പറഞ്ഞു ഡോക്ടർ. ഇവരാരും കേട്ടില്ല ഡോക്ടർ. നല്ല കാര്യം, രക്ഷപ്പെട്ടു. കല്യാണം കഴിഞ്ഞോ? ഓ, ലവേഴ്സ് ആണോ? അങ്ങനെയും പറയാം. ഇത് പ്രേമമൊന്നുമല്ലേ ഡോക്ടർ, ഇതവരുടെ സീസൺ അല്ലേ? സീസണോ? കുട്ടി, പ്രശ്നം എന്താന്ന് അറിയില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ അടുത്തിരിക്കുന്നേ? മിണ്ടാതെ ഒരാഴ്ച എവിടെയെങ്കിലും മാറി നിൽക്ക്. ഞാൻ എന്തിനു പോണം? ഇവനോട് പിടിച്ച് കെട്ടിയിടാൻ. അതൊന്നും കേട്ടാൻ പറ്റില്ല. പാഞ്ഞു വരിക ഡോക്ടർ. എന്താടോ ഇത്? കേട്ടിട്ട് പൂച്ച പാല് കുടിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇത് ശരിയാവൂല. അകത്തേക്ക് വാ. എനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ. എന്നെ എന്തിനാ ചെക്കപ്പ് ചെയ്യുന്നേ? നീയല്ലേ വളർത്തുന്നത്? അതാ ഞാനായിട്ട് വളർത്തിയതല്ല ഡോക്ടർ. വേണേ പറയേ, അഴിച്ചുവിടാം. എവിടെങ്കിലും പോയി പ്രശ്നം ഉണ്ടാക്കട്ടെ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അയ്യോ, ഇത്രയ്ക്ക് മോശമായിട്ട് പറയാതെ. ഡോക്ടർ, മിണ്ടാതെ കോർപ്പറേഷനെ ഫോൺ ചെയ്ത് പിടിച്ചു കൊടുത്തേ. അതെന്റെയാ. എന്തടോ ഇത്? പ്രശ്നമായിട്ട് ലോകം അറിയുന്ന ഒരു സെക്സ് ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ ഇത്? എന്താണ് ഇങ്ങനെ പറയുന്നത്? അപ്പൊ ഈ നായ്ക്കുട്ടി ഇതെല്ലാം ടേബിളിൽ ഒരു ഭംഗിക്ക് വെച്ചേക്കുന്നതല്ലേ? അപ്പൊ ഇത് പെറ്റ് ക്ലിനിക് അല്ലേ? അപ്പൊ നിങ്ങൾ എന്റെ പേഷ്യൻസ് അല്ലേ? പെറ്റ് ക്ലിനിക്ക് താഴെ.
എന്താ ബ്രദർ, ഓട്ടോ റിപ്പയർ ആണോ? നീ നിന്റെ ജോലി നോക്കി പോടാ, മനുഷ്യനാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴേ. ടെൻഷൻ ആകാതെ ബ്രദർ, ടെൻഷൻ ആകാതെ. സ്റ്റാർട്ട് ആകുന്നു, ഗിയർ വീഴുന്നു, പക്ഷെ വണ്ടി മൂവ് ആകുന്നില്ല. അതല്ലേ നിന്റെ പ്രോബ്ലം? ഒന്ന് പോടാ അവിടുന്ന്, മെക്കാനിക്ക് വരുന്നുണ്ട്. എന്താ ബ്രദർ, നിക്ക്. എന്താ ബ്രദർ, ഒരു ഓട്ടോക്കാരനെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ചെറിയ കാര്യത്തിന് മെക്കാനിക് എന്തിനാ? എത്ര അടിച്ചിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ ശരിയാക്കി തരാം ബ്രദർ. എന്റെ ജോലി കൈയിടാതെ. അടി. ഏയ് നിങ്ങൾ ഇതല്ലേ? എന്താ ബ്രദർ, ഞാൻ പറഞ്ഞില്ലേ ബ്രദർ, ഐ ആം വെരി എക്സ്പേർട്ട്. ഞാൻ ശരിയാക്കി തരാം. നിങ്ങളുടെ ചെക്കന്മാരെ ഒന്നും വിശ്വസിക്കരുത്. പോടാ. ദേ മഹാനായ ഒരു മെക്കാനിക്, അവനെ കൊണ്ട് ശരിയാക്കിച്ചോ. ഞാൻ മഹാനായ മെക്കാനിക് തന്നെടാ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. ടേക്ക് ഇറ്റ് ഈസി, സ്മോൾ പ്രോബ്ലം. നോക്ക്. ദിസ് ഈസ് പ്രോബ്ലം, ദിസ് ഈസ് ഓൺലി വൺ ദ പ്രോബ്ലം. ഇപ്പൊ നോക്ക്, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ. എന്താടാ ഇത്, നിനക്ക് ലൂസാ? കണ്ണാടി തിരിച്ചു വെച്ച് എങ്ങനെയാണ് വണ്ടി ഓടുന്നത്? ഇത് തന്നെയാ ഞാനും ചോദിച്ചത്. എന്നാ മൂവ് ആകും. കേറിക്കോ, ഇരിക്കേ. അടി, സ്റ്റോപ്പ്. വേറൊരു ഐഡിയ. ഓട്ടോ. നിർത്ത്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ. നോ ഡൗട്ട് ബ്രദർ, സ്റ്റാർട്ട് ചെയ്യേ. അടിയടാ. നാരായണ സ്വാമി, അത് കണ്ടോ? എന്തേടാ പങ്കു എന്താടാ? നിന്റെ ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരു ഓട്ടോയുടെ കണ്ണാടി അവൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്തടാ. ഇപ്പൊ ടപ്പേന്ന് തിരിഞ്ഞ് നോക്കാം. നിനക്ക് തന്നെ കിട്ടിയാ? നേരം അതാണ്. ഡോക്ടർ ഫീസ് ലാഭം. ഹലോ, ഇതെന്താ എൽ ബോർഡ് സ്കൂളോ അതോ ലോ ബേർഡ് സ്കൂളോ? ആരായി ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നത്? കാർ ഓടിക്കണം എന്ന് പറഞ്ഞ എന്റെ മോളോട് വന്നിട്ട് പഠിപ്പിച്ചോടുത്ത് അവളെ അടിച്ചോണ്ട് പോയാ? ഞാനല്ല, നീയല്ലടാ. ഇവിടെ ഇപ്പൊ ആരാ ഇല്ലാത്ത അവൻ തന്നെ. നിങ്ങളുടെ മോളോട് ചോദിക്കണം. അയ്യോ, എന്നെ കൊല്ല് ജീവ. ഇയാളെ കൊന്ന് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ കെട്ടിക്കാൻ പോകുന്ന സക്രിയ ഒരു ദ്രോഹിയാ. എതിരാളി എപ്പോ വേണമെങ്കിലും നേരിടാം, പക്ഷെ ദ്രോഹിയെ ഉടനെ നേരിടണം. ആ കള്ളനെ അവിടെ തന്നെ കെട്ടിയിട്. തൂത്തുക്കുടിയില് എടാ അളിയാ, തൂത്തുക്കുടിയിലടാ, നമ്മുടെ തൂത്തുക്കുടിയില. അയ്യോ സോറി സർ, വെരി സോറി. കുഴപ്പമില്ല. എന്റെ ഷട്ടിൽ വീണ വെറ്റിലക്കറ കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ അവനെ കിട്ടിയ അവന്റെ ഷട്ടിൽ മുഴുവൻ രക്തക്കറയാ. രാഷ്ട്രീയക്കാരനാന്ന് തോന്നുന്നു. അല്ല സാർ, ഈ തൂത്തുക്കുടിയിൽ എവിടെയാ? ഇപ്പൊ തൂത്തുക്കുടി പോലീസ് സ്റ്റേഷനിലുണ്ട്. അവിടുത്തെ എസ് ഐ എനിക്ക് വേണ്ടപ്പെട്ട പയ്യനാ. എടാ എടുക്കടാ അംബാസിഡർ. സാർ ഞാനും വരാം. സബാഷ്. ചെറുപ്പമാണെങ്കിൽ നീ പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നവൻ. ചുമ്മാതിരിക്കും സാറേ, അവൻ നിങ്ങളുടെ മോളെ മാത്രമല്ല കൊണ്ടുപോയത്, എന്റെ കാറിന് അത് കയറ്റി കൊണ്ടുപോയത്. ആ കാർ എനിക്ക് മോളെ പോലെയാ. അമ്മേ, പെങ്ങളെ കൂട്ടിക്കൊണ്ടുവരാം. എന്താ എന്റെ മോള് നിന്റെ പെങ്ങളോ? കാറാ സാറേ. എന്റെ അമ്മയ്ക്ക് മോളെ പോലെ അടങ്ങി, എനിക്ക് പെങ്ങളെ പോലല്ലേ. അപ്പൊ നിങ്ങളുടെ മോള് നിങ്ങൾക്കാരായി? ഒരുപാട് ഓവറാക്കലടാ. ജീവ, നിനക്ക് പോണോന്ന് നിർബന്ധമാണോ? എനിക്ക് ഒന്നുമില്ലമ്മേ. ഞാൻ പോയില്ലെങ്കിൽ സക്കറി ആ വണ്ടി കയറി ജോളിയായിട്ട് കറങ്ങി നടക്കും. പിന്നെ എനിക്കൊരു ഉത്തരവാദിത്തമില്ല, ഞാൻ പറഞ്ഞല്ലോ. ശരി.